Hello, my dear people. Welcome to Fresher Focus Malayalam, where your job hunt is simplified. ഫ്രഷർ ഫോക്കസിൻ്റെ ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു വളരെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. ചെറുത് പക്ഷേ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഇത് പ്രൊപ്പൽ എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ്റെ സൈഡിൽ നിന്നുള്ളൊരു ജോബ് ലിസ്റ്റിങ്ങിനെ പറ്റി സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് ഫ്രഷേഴ്സ് ഓഫ് 2025 വേണ്ടി മാത്രമുള്ളൊരു വീഡിയോ ആണ്. കാരണം ഇതിൽ ബാച്ച് ഓഫ് 2025 പിള്ളേരെ മാത്രമേ അവർ ഹയർ ചെയ്യുന്നുള്ളൂ. ആൻഡ് ദി റോൾ ഇസ് സോഫ്റ്റ്വെയർ ഡെവലപ്പർ. സോ അതിമനോഹരമായ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. സോ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞുതരാം. ഓർ തൊട്ട് 2-3 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് ഒരു QR ഡിസ്പ്ലേ ആകും വീഡിയോയിൽ. അതിൽ സ്കാൻ ചെയ്താൽ തന്നെ ഇറ്റ് വിൽ ടേക്ക് യു ടു ദിസ് ആപ്ലിക്കേഷൻ പേജ് വെയർ യു ക്യാൻ അപ്ലൈ ഫോർ ദിസ് ജോബ്. ആൻഡ് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ആപ്ലിക്കേഷൻ കാണുന്ന കൂട്ടത്തിൽ പറയാം. ഓക്കെ, സോ ആസ് ഐ സെഡ്, ഇറ്റ്സ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ ഫ്രഷേഴ്സ് ഓഫ് ബാച്ച് ഓഫ് 2025 and the role is software developer. It's a full-time job. It's not a remote or hybrid thing or anything. You have to go there. It will be an in-office work initially at least. So after that, according to the requirement, അവർ പറയുമായിരിക്കും. ഓക്കെ, സോ ഓർക്കേണ്ട ചില കാര്യങ്ങൾ. ഇന്ത്യയിൽ ഇതിപ്പോൾ ചെന്നൈയിലാണുള്ളത് ഈ ഓർഗനൈസേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെന്നൈയിലായിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഫസ്റ്റ് തിങ്. സോ ബാക്കി ഡീറ്റെയിൽസ് സംസാരിക്കുകയാണെങ്കിൽ ദി റോൾ ടൈറ്റിൽ വുഡ് ബി ഡെവലപ്പർ, which is wonderful, and this is for freshers of batch of 2025 pass out. അതായത് ഇപ്പോൾ പാസ് ഔട്ട് ആകാൻ പോകുന്ന പിള്ളേർക്ക്, അതായത് ഇപ്പോൾ S7 പഠിക്കുന്ന പിള്ളേർക്ക്. ഇപ്പോൾ നിങ്ങൾ 2023 2024 ആളാണെങ്കിൽ ഡോണ്ട് വറി, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഞാൻ റെഗുലറായിട്ട് അപ്ഡേറ്റ്സ് ഇടുന്നുണ്ട്. എന്ത് ജോബ് ലിസ്റ്റിംഗ് വരുവാണെങ്കിലും ലൈക്ക് ഈ 1-2 പോസ്റ്റ് റോൾ അല്ലാണ്ട് ഇച്ചിരി ബൾക്കായിട്ട് ഹയർ ചെയ്യുന്ന എന്ത് സംഭവത്തിനെ പറ്റി പറയാം, നമുക്ക് കിട്ടാനുള്ള ചാൻസസ് കൂടുതലുള്ള എല്ലാ ജോലിനെ പറ്റിയും ഞാൻ ഇതിൽ ഇൻഫർമേഷൻ റെഗുലറായിട്ട് ഇടുന്നുണ്ടാവും. സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഓക്കെ, സോ ഇതിൽ അവർക്ക് ആവശ്യമുണ്ടെന്ന് അവർ പറയുന്നത് വെച്ചാൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അതായത് യു ഷുഡ് ബി സെൽഫ് മോട്ടിവേറ്റഡ്, യു ഷുഡ് ഹാവ് ഗുഡ് അനലിറ്റിക്കൽ ആൻഡ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, ഫണ്ടമെൻറ്റൽസ് ഓഫ് പ്രോഗ്രാമിംഗ് സ്ട്രോങ് ആയിരിക്കണം, ആൻഡ് യു ഷുഡ് ഹാവ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ. അത് അവർ മാത്രമല്ല എല്ലാ കമ്പനികളും പറയുന്നൊരു കാര്യമാണ്. സോ ഇഫ് യു ആർ ലാക്കിംഗ് ഇൻ ദാറ്റ് പാർട്ട്, മേക്ക് ഷുവർ അത് നിങ്ങൾ എൻഹാൻസ് ചെയ്ത് നിങ്ങളുടെ വീക്ക്നെസ്സിനെ സ്ട്രെങ്ത് ആക്കി മാറ്റാനുള്ള പ്രിപ്പറേഷൻ ചെയ്യുക. ഓപ്പൺ ടു ഓൾ സ്പെസിഫിക്കേഷൻസ് വിത്ത് 60% ഓഫ് മാർക്ക് ആൻഡ് നോ സ്റ്റാൻഡിങ് അറിയാം. അതായത് നിങ്ങൾ സപ്ലി പാടില്ല. ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫൈനൽ ഇയർ ആണെങ്കിൽ നിങ്ങൾക്ക് സപ്ലി പാടില്ല. ക്രൈറ്റീരിയ ഓർ ഡിഗ്രി, ഇതിലിപ്പോൾ അവർ BTech തന്നെ വേണമെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. BTechോ BEയോ, BTechോ BA ഡെഫിനറ്റ്ലി. അതല്ലാണ്ട് ഇപ്പോൾ BCA ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, MCA ആണെങ്കിൽ അപ്ലൈ ചെയ്യാം, MTech ആണെങ്കിൽ അപ്ലൈ ചെയ്യാം, ME ആണെങ്കിൽ അപ്ലൈ ചെയ്യാം, MSc ആണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഈവൻ മറ്റ് ഡിഗ്രികളുള്ളവർക്കാണ് നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് സ്കിൽസ് നന്നായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാം. BCom BBAക്കാർക്കും എല്ലാം അപ്ലൈ ചെയ്യാം ഇഫ് യു ആർ കോൺഫിഡൻറ്റ് വിത്ത് യുവർ സ്കിൽ സെറ്റ്സ്. ഓക്കെ, ഇൻ്റർവ്യൂ പ്രോസസ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ആ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ കംപ്ലീഷന് ശേഷം, അത് ഓൺലൈൻ ആയിരിക്കും. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ കംപ്ലീഷന് ശേഷം ഒരു പ്രോഗ്രാമിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. എഗെയിൻ അതും ഓൺലൈൻ ആയിരിക്കും. ആൻഡ് അത് കഴിഞ്ഞിട്ടൊരു ഫൈനൽ ഓഫ്ലൈൻ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. അത് ചെന്നൈയിലെ ഓഫീസിൽ വെച്ചായിരിക്കും. അവരതിനെ പറ്റിയുള്ള ഫർദർ ഡീറ്റെയിൽസ് നിങ്ങളെ മെയിൽ വഴി അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, ആദ്യത്തെ 6 മാസം നിങ്ങൾക്ക് ജോലി കിട്ടിക്കഴിയുവാണെങ്കിൽ, കിട്ടിക്കഴിയുവാണെങ്കിൽ ട്രെയിനിങ് ആയിരിക്കുമെന്ന് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. വർക്ക് ലൊക്കേഷൻ ചെന്നൈയാണ്. നിങ്ങളുടെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഈ ലാംഗ്വേജസിൽ നിങ്ങൾക്ക് അറിയണം. അതായത് എനിക്ക് തോന്നുന്നു അവർ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ പ്രോഗ്രാമിംഗ് ടെസ്റ്റ് ഈ ലാംഗ്വേജസിൽ എടുക്കാൻ പറ്റത്തുള്ളൂ. C++, ജാവ, C#, ജാവാസ്ക്രിപ്റ്റ്. അതായത് പൈത്തണിൽ ആ പ്രോഗ്രാമിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇഫ് യു ആർ റിയലി സ്ട്രോങ് ഇൻ പൈത്തൺ, ഡോണ്ട് വറി. നിങ്ങൾ ഫൈനൽ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പൈത്തണിൽ തന്നെ ആൻസർ പറഞ്ഞാൽ മതി. അതായത് അവർക്ക് ലോജിക്ക് തന്നെ മനസ്സിലായാൽ മതി. നിങ്ങൾ ഈ ലാംഗ്വേജ് തന്നെ പറയണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് അറിയാവുന്ന ലാംഗ്വേജിൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ ഈ ടെസ്റ്റ് ചെയ്താൽ വേണ്ടി നിങ്ങൾ എന്തായാലും ഒരു ലാംഗ്വേജും കൂടെ അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ലോജിക്ക് യൂസ് ചെയ്തിട്ട് ജാവയിലോ സിയിലോ C#ലോ C++ലോ ജാവാസ്ക്രിപ്റ്റിലോ നിങ്ങൾക്ക് കോഡ് ചെയ്ത് കാണിച്ചു കൊടുക്കാവുന്നതാണ്. ഓക്കെ, ആൻഡ് യു ഷുഡ് ഹാവ് ഗുഡ് നോളജ് വിത്ത് ഡേറ്റാബേസസ്, ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് ഊപ്സ്. ഡേറ്റ സ്ട്രക്ചേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഈ ജോലിക്കല്ല, ഏത് ജോലിക്കാണെങ്കിലും ഡേറ്റ സ്ട്രക്ചേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിലും ഇമ്പോർട്ടൻ്റ് ആണ് ഊപ്സ് ഒക്കെ ഡെഫിനറ്റ്ലി എല്ലാ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എല്ലാ കമ്പനികളും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഫ്രഷേഴ്സിൻ്റെ അടുത്ത് ബേസിക് ആയിട്ടുള്ള സംഭവമാണ്. ഈവൻ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്ക് ചോദിക്കുന്നതാണ്. ഫ്രഷേഴ്സിൻ്റെ അടുത്ത് എന്തായാലും എക്സ്പെക്ട് ചെയ്യുന്ന കാര്യമാണ്. ആൻഡ് ഡേറ്റാബേസസ്, SQL ഓർ NoSQL. SQL എന്തായാലും നിങ്ങൾ സിലബസിൽ പഠിച്ചിട്ടുണ്ടാവും. സോ അത് ബ്രഷപ്പ് ചെയ്തിട്ട് പോവുക. എന്തെങ്കിലും അത് റിഗാർഡിങ് ഏതെങ്കിലും സ്റ്റഡി മെറ്റീരിയൽ വേണമെങ്കിലോ എന്തെങ്കിലും വേണമെങ്കിൽ കമൻസിലൊന്ന് പറഞ്ഞാൽ മതി. ഓർ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഈ വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ടാകും. ഫ്രഷർ ഫോക്കസ് എന്നാണ് പേര്. അതിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാലും ഞാൻ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ്. ആൻഡ് യു ഷുഡ് ഹാവ് ഗുഡ് നോളജ് ഓൺ കോമൺ ആപ്ലിക്കേഷൻസ്, വെബ് സെക്യൂരിറ്റി ആൻഡ് OWASP vulnerabilities. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന QR സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ഒരു എന്താ പറയുക
ഈ ഒരു പേജിൽ നിങ്ങൾക്ക് എത്താവുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാം. ഓർ ലിങ്ക് ഇസ് ഓൾസോ ദർ ഇൻ ദ ഡിസ്ക്രിപ്ഷൻ വേർ യു ക്യാൻ ക്ലിക്ക് ഓൺ ഇറ്റ് ആൻഡ് അപ്ലൈ റൈറ്റ് അവേ ഇഫ് യു ആർ യൂസിങ് എ ഫോൺ. ഓക്കെ, നിങ്ങൾക്ക് ഈ ജോലിയിൽ അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഐ എം ഇൻട്രസ്റ്റഡ് എന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്നതോടെ നിങ്ങൾ അടുത്ത പേജിലോട്ട് കൊണ്ടുപോകും വേർ യു ക്യാൻ അപ്ലൈ ഫോർ ദ ജോബ്, വേറിൻ നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്യൂമേ അപ്ലോഡ് ചെയ്യാം. എന്നാൽ അത് ഓട്ടോ ഫിൽ ആയിക്കോളും. എന്നിട്ട് എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുള്ള സംഭവം അത് നിങ്ങളൊന്ന് ഫൈനലി വെരിഫൈ ചെയ്തിട്ട് വരുത്താനുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി എടുത്ത് റെഡിയാക്കിയാൽ മതി. ആൻഡ് യു ക്യാൻ സബ്മിറ്റ് യുവർ ആപ്ലിക്കേഷൻ ആൻഡ് ദസ് യുവർ ആപ്ലിക്കേഷൻ വിൽ ബി പോസ്റ്റഡ്. വളരെ ഈസിയാണ്, കണ്ടില്ലേ, ഭയങ്കര ഈസിയാണ് ഈ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് താല്പര്യപ്പെട്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അതായത് ഈ ജോബ് റോൾ ഇസ് ബ്രില്യൻറ്റ് ആൻഡ് ദി ഓർഗനൈസേഷൻ ഇസ് ഓൾസോ റിലേറ്റീവ്ലി ന്യൂവർ, പക്ഷേ US ബേസ്ഡ് കമ്പനിയാണ്. അപ്പോൾ ഓൺ സൈറ്റ് കിട്ടാൻ ചാൻസ് ഉള്ള ഓർഗനൈസേഷൻ ആണോ എന്നൊക്കെ നമുക്ക് വഴിയേ അറിയാൻ പറ്റത്തില്ല. എന്നാലും നിങ്ങൾക്ക് അവിടെ കയറുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ഒരു വർക്ക് ലൈഫ് എൻവയൺമെൻറ്റ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇറ്റ് സീംസ് ടു ബി എ ഗുഡ് കമ്പനി വെൽ റീഡിങ് അബൌട്ട് ദ റിവ്യൂസ് അബൌട്ട് ദ ഓർഗനൈസേഷൻ. നല്ലൊരു ഓർഗനൈസേഷൻ തോന്നുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി ട്രൈ യുവർ ബെസ്റ്റ് ടു അപ്ലൈ ഫോർ ദിസ് റോൾ ആസ് സൂൺ ആസ് പോസിബിൾ, ബിക്കോസ് അവർ ആപ്ലിക്കേഷൻ ഡെഡ് ലൈൻ പറഞ്ഞിട്ടില്ല. അതായത് അവർക്ക് എപ്പോൾ റിക്വയർഡ് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ആയെന്ന് അവർക്കൊരു അസംഷനിൽ തോന്നുന്നു, റിയലി സോറി, അസംഷനിൽ തോന്നുന്നു. ആ പോയിന്റിൽ അവർ ഇത് ക്ലോസ് ചെയ്തിട്ട് അതുവരെയുള്ള പിള്ളേരെ മാത്രമേ അവർ എടുക്കത്തുള്ളൂ ഫോർ ദി നെക്സ്റ്റ് റൗണ്ട്. സോ മേക്ക് ഷുവർ യു അപ്ലൈ വിത്തൗട്ട് എനി ഡിലേ. And you can, as I said, you can scan the QR to apply right away. If you found this video informative, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതായത് അതുകൊണ്ട് അവർക്കും ഒരു ഗുണം ഉണ്ടാകട്ടെ. അവരും ഇതിൽ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ഫ്രണ്ട്സാണ് നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ അവർക്കും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആൻഡ് if you found these videos informative, do check out the other videos in the channel. Latest ആയിട്ടുള്ള ജോബ് പോസ്റ്റിങ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ലൈൻസിൽ നിന്നൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയെ പറ്റി അതിൽ വീഡിയോ ഉണ്ട്. കോഗ്നിസിൻ്റെ ഭാഗത്തു നിന്നുള്ളതുണ്ട്. SBIയുടെ ഭാഗത്തു നിന്നൊരു ഭയങ്കര വലിയ ഹയറിങ്ങിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് SBIയുടെ എഞ്ചിനീയറിംഗ് ഹയറിംഗ് ആണ്, അതും സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിന് വേണ്ടിയുള്ള ഹയറിംഗ് ആണ്. ആൻഡ് ദ പാക്കേജ് ഇസ് 10 lakh. സോ നിങ്ങൾക്ക് അതും ചെക്കൗട്ട് ചെയ്യാവുന്നതാണ് ചാനലിൽ പോയി കഴിഞ്ഞാൽ. ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ അപ്ഡേറ്റ്സ്. റെഗുലറായിട്ട് വീഡിയോ ഇടുന്നുണ്ടാവും. അപ്പോൾ subscribe for more updates, keep posted. See you in the next video. Until then, bye bye.